സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CV നിർമ്മല എഴുതിയ മറുതീരം തേടി. ഉദയഭാനുവിൻ്റെ മൊബൈലിലേക്ക് ഒരു കോൾ വരുന്നുണ്ടായിരുന്നു. കൃഷ്ണമ്മ നയോമിയുടെ പടത്തിൻ്റെ പ്രൊഡ്യൂസറെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉദയഭാനു ഫോൺ എടുത്ത് ഹലോ പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് SI രാജു ജോസഫ്. സാറേ, ഇപ്പം TV ഒരു വാർത്ത കണ്ടു, നയോമിയെ കിട്ടിയെന്ന്. ഓഹോ, അത് ശരി. എങ്ങനെയാണെന്നോ എവിടെയാണെന്നോ ഒന്നും പറയുന്നില്ല. സാറിന് വല്ല വിവരവും കിട്ടിയായിരുന്നോ? എടോ, പോലീസ് അറിയാതെ എങ്ങനെയാടോ TV ന്യൂസ് വരുന്നേ? താൻ ഏത് കോത്താഴത്തുകാരനാ? അപ്പോൾ സാറും അറിഞ്ഞായിരുന്നോ? എന്നിട്ട് ഞങ്ങളോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ സാറേ. നമ്മളെല്ലാ ദിവസവും പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി നടന്നുകൊണ്ടിരുന്നതല്ലേ? എടോ, ഞങ്ങൾക്കല്ലാടോ കിട്ടിയത്. ഇവിടെ കുറച്ചു മുമ്പാ ന്യൂസ് കിട്ടിയത്. ആർക്കാ സാറേ കിട്ടിയത്? അവളെവിടെയാ? ഇത്രയും ദിവസം അവൾ എവിടെയായിരുന്നു? ആദ്യം താൻ തൻ്റെ നാക്ക് വായിലിട്ട് പൂട്ട്, എന്നിട്ട് ഞാൻ പറയുന്നത് കേൾക്ക്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു SI വിളിക്കുമ്പം അതിൽ എന്തെങ്കിലും ഒരു കാര്യം കാണും. അതെന്താന്ന് കേട്ടിട്ട് വേണം നാക്കിട്ടലയ്ക്കാൻ. താനൊക്കെ എവിടെ ഉണ്ടായടോ? അതോടെ ഉദയഭാനു നിശബ്ദനായി. എടോ, നയോമിയെ കണ്ടുകിട്ടിയത് ഇവിടെ ഒന്നുമല്ല, അങ്ങ് തിരുവനന്തപുരത്താ. തിരുവനന്തപുരത്തോ? ആ, ഓരത്ത് തന്നെ. അവളിപ്പം അവിടെ ജനറൽ ഹോസ്പിറ്റലിലുണ്ട്. അവളുടെ ഭർത്താവുണ്ടല്ലോ, അനിൽ ബാബു. താൻ ഈ ഫോൺ കൊണ്ടുപോയി അയാളുടെ കയ്യിലോട്ട് കൊടുക്ക്. അയാൾ വയ്യാതെ കിടക്കുവോ സാറേ? അറിയാമടോ, തന്നോട് പറയുന്ന പോലെ കേട്ടാൽ മതി. അവരെയും അയാളെയും ഞങ്ങൾ വിവരം അറിയിച്ചു. ഞാൻ അറിയിക്കേണ്ട കാര്യം താൻ അറിയിച്ചാൽ മതിയോ? എന്നാൽ താൻ ഈ കസേരയിലോട്ട് വന്ന് കയറിയിരിക്കണോ? കൊടുക്കാം സാറേ. ഉദയഭാനു ഉടൻ അനിൽ ബാബു കിടക്കുന്ന മുറിയിലേക്ക് ഓടി. കട്ടിലിനരികെ ചെന്ന് ഫോൺ അനിൽ ബാബുവിൻ്റെ നേർക്ക് നീട്ടി. SI സംസാരിക്കണത്. അനിൽ ബാബു ഫോൺ വാങ്ങി കാതോട് ചേർത്തു. ഹലോ, അനിൽ ബാബു അല്ലേ? സർ, നയോമിയെ കണ്ടുകിട്ടിയ വിവരം അറിയിക്കാനാണ് വിളിച്ചത്. എവിടെ വെച്ചാ സാറേ? ഇവിടെ എങ്ങുമല്ല, തിരുവനന്തപുരത്ത് വെച്ചാ. അവൾ എവിടെയായിരുന്നു സർ? അവളെ തട്ടിക്കൊണ്ടുപോയവരെ പിടികിട്ടിയോ? എവിടെയായിരുന്നു എന്ന് ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ നയോമിയെ ഓടിച്ചിട്ട് പിടിക്കാൻ ശ്രമിച്ച 4-5 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. സർ, നയോമിയോട് ചോദിച്ചാൽ അറിയാൻ പറ്റില്ലേ? എടോ, താൻ വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ. രാജു ജോസഫ് നയോമിയെ പോലീസ് കണ്ടെടുക്കാനുണ്ടായ സാഹചര്യം ചുരുക്കി പറഞ്ഞു. തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നൈ എഗ്മോർ ഗുരുവായൂർ എക്സ്പ്രസ് എത്തുന്നു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഏതോ സ്ഥാപനത്തിൻ്റേതെന്ന് തോന്നിക്കുന്ന ഇളം നീല ഡ്രസ് കോഡിൽ ഒരു യുവതി സൗത്ത് ഗേറ്റിലൂടെ പുറത്തേക്ക് വരുന്നു. സമയം രാത്രി 12:15. പവർ ഹൗസ് റോഡിലൂടെ ചുറ്റിത്തിരിഞ്ഞ യുവതിയെ ചിലർ പിന്തുടർന്നു വരുന്നു. അവരിൽ നിന്ന് രക്ഷപ്പെടാനായി അവൾ ഓടുന്നു. ആ സമയം തമ്പാനൂർ ഫ്ലൈ ഓവർ കടന്നു ചെന്നിട്ട് ജംഗ്ഷനിലേക്ക് വന്നുകൊണ്ടിരുന്ന ഹൈവേ പോലീസിൻ്റെ ടവേര കാറിന് മുന്നിലേക്ക് 2 കൈകളും വിടർത്തിപ്പിടിച്ച യുവതി ഓടി വരുന്നു. ഡ്രൈവർ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തിയതും യുവതി കാറിൻ്റെ ബോണറ്റിനു മീതേക്ക് അലച്ചു വീഴുന്നു. ചിതറിയോടിയ അക്രമികളെ പോലീസ് സംഘം ഓടിച്ചിട്ട് പിടിക്കുന്നു. ഇതിനകം ബോധമറ്റ് കുഴഞ്ഞു വീണ യുവതിയെ ഹൈവേ പോലീസ് ജനറൽ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. അടിയന്തര ശുശ്രൂഷകൾക്കായി ICUയിൽ അഡ്മിറ്റ് ചെയ്യുന്നു. നേരം പുലർന്ന ശേഷം ഡ്യൂട്ടി മാറിയെത്തിയ നേഴ്സുമാർക്ക് യുവതിയെ കണ്ടപ്പോൾ സംശയം. ഇത് ആഴ്ചകൾക്ക് മുമ്പ് ആരോ തട്ടിക്കൊണ്ടുപോയ സീരിയൽ നടി നയോമിയല്ലേ? അവർ ആ സംശയം ഡ്യൂട്ടി ഡോക്ടർക്ക് കൈമാറുന്നു. ഡോക്ടർ ഉടനെ പോലീസിനെ വിവരം അറിയിക്കുന്നു. പോലീസ് ഉടൻ ആശുപത്രിയിലെത്തി യുവതിയെ കണ്ട് സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇതുവരെ അവശനില തരണം ചെയ്തിട്ടില്ലാത്ത യുവതി സംസാരിക്കുന്നില്ല. പോലീസ് പിടികൂടിയ അക്രമികളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത്രയുമാണ് ലഭ്യമായ വിവരങ്ങൾ. സർ, നയോമി എന്തുകൊണ്ടാണ് സംസാരിക്കാത്തത്? അതറിയില്ല. വയ്യാഞ്ഞിട്ടാവാം, പേടിച്ചിട്ടാവാം, സംസാരശേഷി നഷ്ടപ്പെട്ടിട്ടാവാം, മനോനില തകരാറിലായതുകൊണ്ടാവാം, പരിചയമുള്ളവരെ കാണാഞ്ഞിട്ടാവാം. 16 ദിവസമായിട്ട് ആരുടെയൊക്കെയോ ബന്ദിയായിരുന്നവളല്ലേ അവൾ? നയോമി തന്നെയാണോ സർ? അതൊക്കെ സ്ഥിരീകരിക്കണമെങ്കിൽ നിങ്ങളുടെയൊക്കെ സഹായം കൂടിയേ തീരൂ. അവളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നിങ്ങൾ ആരെങ്കിലും ഞങ്ങളോടൊപ്പം തിരുവനന്തപുരത്തേക്ക് വരണം. അവിടെ നിന്ന് ആരാണ് വരാനുള്ളത്? അമ്മയെ അയക്കാം. പിന്നെ ജഗജിത്തുണ്ട്, എൻ്റെ ബ്രദർ. എങ്കിൽ നിങ്ങൾ ആദ്യം പോലീസ് സ്റ്റേഷനിലേക്ക് വരിക. ഇവിടുത്തെ പോലീസിൻ്റെ കേസാണത്. നയോമിക്ക് യാത്ര ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഞങ്ങൾ കസ്റ്റഡിയിലെടുത്ത്
കൊണ്ടുവരും. നിങ്ങൾ എങ്ങനെ വരും? ഞങ്ങളോടൊപ്പമാണോ അതോ വേറെയാണോ എന്നൊക്കെ അറിയണം. ഞങ്ങൾ ഇപ്പം തന്നെ അറിയിക്കാം സർ. നയോമിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ സർ? കുഴപ്പമൊന്നും ഇല്ലെന്നാണോ തനിക്ക് മനസ്സിലായത്? എടോ, ആകെ മൊത്തം കുഴപ്പമാണ്. വേഗം തിരുവനന്തപുരം വരാനുള്ളവരോട് റെഡിയാകാൻ പറ. ശരി ശരി സർ. ആ, വെക്കുക. ഉടൻ ഫോൺ കട്ടായി. അനിൽ ബാബു ഉദയഭാനുവിൻ്റെ ഫോൺ തിരികെ കൊടുത്തു. അമ്മയെ വിളിക്ക്. നിങ്ങളുടെ അമ്മയല്ല, എൻ്റെ അമ്മയെ, അനിൽ ബാബു നിർദ്ദേശിച്ചു. എസ് ഐ എന്തു പറഞ്ഞു? പറയാം. അങ്കിൾ ആദ്യം അമ്മയെ വിളിക്ക്. ഉദയഭാനു ചെന്ന് സൗദാമിനി അമ്മയെ വിളിച്ചുകൊണ്ടുവന്നു. തൊട്ടു പിന്നാലെ കൃഷ്ണമ്മ വന്ന ആവേശത്തോടെ പറഞ്ഞു, ഞാൻ പ്രൊഡ്യൂസറെ വിളിച്ചു. പ്രൊഡ്യൂസർ പറഞ്ഞത് മാർട്ടിനെ കൊണ്ട് കമ്മീഷണറെ വിളിപ്പിക്കാമെന്ന. അമ്മയും ജഗജിത്തും കൂടി പോലീസ് സ്റ്റേഷനോട് ചെല്ല്. തിരുവനന്തപുരം പോകേണ്ടി വരും. അവിടെ ജനറൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക നയോമിയെ, അനിൽ ബാബു പറഞ്ഞു. കൃഷ്ണമ്മ കണ്ണു മിഴിച്ചു. അപ്പോൾ ഞങ്ങൾ വരണ്ടേ? ഞങ്ങൾക്ക് കാണണ്ടേ ഞങ്ങളുടെ കൊച്ചിനെ? നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങളും അമ്മയുടെയും ജഗജിത്തിൻ്റെയും കൂടെ പോ. പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യ്. കൃഷ്ണമ്മ തർക്കിക്കാനൊന്നും ഒരുമ്പിട്ടില്ല. അവർ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുകൊണ്ടുവന്ന പെൺകുട്ടിയാണ്. അവരുടെ സ്വപ്ന സാക്ഷാത്കാരമാണ്. അവരുടെ കയ്യിൽ നിന്ന് കളഞ്ഞുപോയ മാണിക്യമാണ് തിരിച്ചു കിട്ടിയിരിക്കുന്നത്. ജഗജിത്തും സൗദാമിനി അമ്മയും വേഗം പോകാനൊരുങ്ങി. കൃഷ്ണമ്മയും ഉദയഭാനുവും കാറിനരികെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവർ പോലീസ് സ്റ്റേഷനിലേക്ക് കാറിൽ കയറി യാത്രയായി. 2 പേരും മതിയെന്ന് പോലീസ് പറഞ്ഞു. നിങ്ങൾ 2 പേരും തിരിച്ചു പോയിക്കോ വീട്ടിലോട്ട്. കൃഷ്ണമ്മ സൗദാമിനി അമ്മയോടും ജഗജിത്തിനോടുമായി പറഞ്ഞു. ആ, പോലീസ് പറയട്ടെ. സൗദാമിനി അമ്മ പിറുപിറുത്തു. കാർ പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിലേക്ക് കടന്നു. തിരുവനന്തപുരത്തിന് പോകാനുള്ള പോലീസ് സംഘവും ജീപ്പും കാത്തു കിടപ്പുണ്ടായിരുന്നു. ജീപ്പിൽ 4 പേരെയും കൊണ്ടുപോകാൻ പറ്റില്ല. എന്തിനാ എല്ലാവരും കൂടി വരുന്നേ? അവിടെ എന്താ കാളച്ചന്തയുണ്ടോ? രാജു ജോസഫ് നീരസം പൂണ്ടു. നിങ്ങൾ തിരിച്ചു പൊക്കോ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, കൃഷ്ണമ്മ സൗദാമിനി അമ്മയോട് പറഞ്ഞു. നയോമിയുടെ ഹസ്ബൻഡിൻ്റെ ആൾക്കാർ വന്നാൽ മതി, വേറെ ആരും വേണ്ട, രാജു ജോസഫ് പറഞ്ഞു. കൃഷ്ണമ്മ പെട്ടെന്ന് മലക്കം പറഞ്ഞു. സാറേ, ജീപ്പിൽ സ്ഥലമില്ലെങ്കിൽ ഞങ്ങൾ 4 പേരും കൂടി കാറിൽ വന്നോളാം. ഇവർ ഞങ്ങളുടെ കൂടെ പോന്നോട്ടെ. പെട്രോളൊക്കെ ഉണ്ടോ വണ്ടിയിൽ? രാജു ജോസഫ് പരിഹസിച്ചു ചോദിച്ചു. ഉണ്ട് സാറേ, ഉദയഭാനു പറഞ്ഞു. ആ, എന്നാൽ ഞങ്ങളുടെ പുറകെ പോന്നോളൂ. രാജു ജോസഫ് ജീപ്പിൽ കയറി. ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് നീങ്ങി. പുറകെ ഉദയഭാനു കാർ വളച്ചെടുത്തു. പോലീസ് ജീപ്പിന് പിന്നാലെ കാർ നീങ്ങി. ഓഫീസ് ഫോൺ റിങ് ചെയ്തതും CI സനൽകുമാർ റിസീവർ എടുത്തു. ഹലോ, എടോ, ഇത് രാജീവ് നായരാണ്. സർ. CI കസേരയിൽ നിന്ന് ബഹുമാനത്തോടെ എഴുന്നേറ്റു. അസിസ്റ്റന്റ് കമ്മീഷണറാണ് വിളിക്കുന്നത്. അവരെ ചോദ്യം ചെയ്തിട്ട് എന്തായി? സർ, അവരൊന്നുമല്ല തട്ടിക്കൊണ്ടു പോയത്. അവർ ചാലയിലും കിഴക്കേ കോട്ടയിലും പാളയത്തുമൊക്കെ ജോലി ചെയ്യുന്ന തൊഴിലാളികളാ. അതുകൊണ്ട് അവർക്ക് തട്ടിക്കൊണ്ടു പോകാൻ പാടില്ലേ? അവരല്ല അത് ചെയ്തതെന്ന് തനിക്ക് എങ്ങനെ മനസ്സിലായി? സർ, ഒന്നാമത് അവരുടെ സ്ലാങ് തിരുവനന്തപുരംകാരുടേതാ. പിന്നെ അവർ ജോലി ചെയ്യുന്ന സ്ഥലമൊക്കെ ഞങ്ങൾ അന്വേഷിച്ചു. സംഭവം ശരിയാ, ഇവിടുത്തുകാരാണ്. ഒരാൾ ഹോട്ടൽ ജീവനക്കാരൻ, ഇനി ഒരുത്തൻ കെട്ടിട നിർമ്മാണ തൊഴിലാളി, അടുത്തവൻ ഓട്ടോ വർക്ക്ഷോപ്പിലെ തൊഴിലാളി. മറ്റേ 2 പേരും റോഡ് പണിക്ക് പോകുന്നവരാ. പിന്നെ നയോമിയുമായി അവർക്ക് എങ്ങനെ കണക്ഷൻ വന്നു? അവർ സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞ് കഞ്ചാവിൻ്റെ ആളെ തപ്പി പവർ ഹൗസ് റോഡിൽ നിൽക്കുമായിരുന്നു ഇന്നലെ രാത്രി. അപ്പോഴാ ഒരു പെണ്ണ് റെയിൽവേ സ്റ്റേഷൻ്റെ സൗത്ത് ഗേറ്റിൽ നിന്ന് റോഡിലേക്ക് വന്ന് അവിടെ ചുറ്റിത്തിരിയുന്ന കണ്ടത്. അവൾ എന്നിട്ട് ജംഗ്ഷൻ ഭാഗത്തേക്ക് പോകുന്നത് കണ്ട് അവരും പിറകെ പോയി. ചെന്തിട്ടയ്ക്ക് അപ്പുറം അവർ അവളെ പിടിക്കാനൊരു ശ്രമം നടത്തി. പക്ഷേ അവൾ ഓടി ഹൈവേ പോലീസിൻ്റെ പെട്രോൾ കാറിൻ്റെ ബോണറ്റിൽ ചെന്നിരിച്ചു. ഇതാണ് സംഭവം. ഇതൊക്കെ ശരിയാണോടോ? നാളെ കേസ് അട്ടിമറിച്ചെന്നും വഴിതിരിച്ചു വിട്ടെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് മീഡിയക്കാര് പൊങ്കാലയിടും. ശരിക്കും ചോദ്യം ചെയ്തോ അവരെ? ശരിക്കും പിഴിഞ്ഞു സർ. ASI ശശാങ്കനും ഹാരിസനും കൂടിയാണ് ചോദ്യം ചെയ്തത്. മൂത്രത്തിൽ കൂടി ചോര വരുമെന്നല്ലാതെ വേറൊന്നും ഇനി കിട്ടാനില്ല സർ. ആ പെണ്ണിനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് എന്തായി? അവൾ വാ തുറക്കുന്നില്ല സർ. ഇനി ഒന്നുകൂടെ പോകുക ജനറൽ ഹോസ്പിറ്റലിലോട്ട്. അവളുടെ വീട്ടുകാർ അങ്ങോട്ട് വരുന്നുണ്ട്. അവൾ എന്താ മിണ്ടാത്തത്? അറിയില്ല. എന്ത് ചോദിച്ചാലും അന്യഗ്രഹ ജീവിയെപ്പോലെ കണ്ണു മിഴിച്ച് നോക്കിയിരിക്കുക. സ്വന്തം വീട്ടുകാരെ കാണുമ്പോൾ വാ തുറക്കുമായിരിക്കും. ആ, താനങ്ങോട്ട് ചെല്ല്. ഹോം മിനിസ്റ്ററുടെ PA വിളിച്ചു ചോദിക്കുന്നു. എന്താ സംഭവിച്ചതെന്ന് ഇതുവരെ ഒരടയാളവും കിട്ടിയില്ലെന്ന്.
വാസ്തവത്തിൽ അവൾക്ക് എന്താ പറ്റിയത്? തൻ്റെ ഒരു നിഗമനം പറ. സർ, 10-15 ദിവസം 5-6 പുരുഷന്മാരുടെ കൂടെ കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് സാറിന് ഊഹിക്കാമല്ലോ. അതിനിപ്പോൾ ഭൂമി ഏതാ പാതാളം ഏതാന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാ. എന്തായാലും താൻ ഹോസ്പിറ്റലിലേക്ക് ചെല്ല്. കിട്ടുന്ന വിവരങ്ങൾ അപ്പോഴെന്നെ അറിയിക്കണം. സർ. ശരി, താൻ ഫോൺ വെച്ചോ. താങ്ക് യു സർ. റിസീവർ വെച്ചിട്ട് CI സനൽകുമാർ ശശാങ്കനെ വിളിച്ചു. നമുക്ക് ജനറൽ ഹോസ്പിറ്റൽ വരെ പോകണം. നയോമിയുടെ വീട്ടുകാർ വരുന്നുണ്ട്. അവരോടെങ്കിലും അവൾ സംസാരിക്കുമോ എന്ന് നോക്കണം. CIയും ASI ശശാങ്കനും കൂടി ഒരു ബെലീറോ ജീപ്പിൽ കയറി ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിലേക്ക് തിരിച്ചു. അവർ അവിടെ എത്തി 10 മിനിറ്റിനുള്ളിൽ എറണാകുളത്ത് നിന്നുള്ള പോലീസ് സംഘവും നയോമിയുടെ വീട്ടുകാരും വന്നു ചേർന്നു. നയോമിയോട് ഏറ്റവും അടുപ്പമുള്ളവരും കൂടുതൽ ഇടപഴകുന്നവരും ആദ്യം അവളെ കണ്ട് സംസാരിക്കട്ടെ എന്ന് ഡോക്ടർ അഭിപ്രായപ്പെട്ടു. സാറേ, അവൾ ജനിച്ച കാലം മുതലേ ഞാൻ അവളെ കാണുന്നതാ. ഞാനാ വളർത്തിയെ, പഠിപ്പിച്ചതും കൊണ്ടു നടന്നതും ഞാനാ. പിന്നെ ഇവനും ഇതെൻ്റെ മകനാ, കൃഷ്ണമ്മ പറഞ്ഞു. ശരി, നിങ്ങൾ ആദ്യം കയറി കണ്ടോളൂ. കൃഷ്ണമ്മയും ഉദയഭാനും അത് കേൾക്കാത്ത താമസം നയോമിയുടെ ICU എവിടെയെന്ന് അന്വേഷിച്ച് നീങ്ങി. അവരുടെ പിന്നാലെ CI സനൽകുമാറും പോയി. നയോമിയുടെ റൂമിലേക്ക് ഡോക്ടർ അവരെ നയിച്ചു. ICUവിൻ്റെ വാതിൽ തുറന്ന് അവർ അകത്ത് കയറി. ഡോക്ടറെ കണ്ട് നേഴ്സ് ഭവ്യതയോടെ ഒതുങ്ങി നിന്നു. ഡോക്ടർ കൃഷ്ണമ്മയെ നോക്കിയിട്ട് കിടക്കയിൽ പുറംതിരിഞ്ഞു കിടക്കുന്ന യുവതിയുടെ നേർക്ക് ആംഗ്യം കാട്ടി. കൃഷ്ണമ്മ, എൻ്റെ മോളെ എന്ന് നിലവിളിച്ചുകൊണ്ട് കിടക്കയ്ക്കടുത്തേക്ക് ചെന്നു. CI സനൽകുമാർ ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാൻ ആകാംക്ഷയോടെ നോക്കി നിന്നു. മോളെ നയോമി. കൃഷ്ണമ്മ കട്ടിലിൽ ഇരുന്ന് അവളെ കുലുക്കി വിളിച്ചു. അവൾ നടുക്കത്തിൽ തലതിരിച്ച് കൃഷ്ണമ്മയെ പകച്ചു നോക്കി. ആദ്യം കൃഷ്ണമ്മ ഒന്ന് അന്താളിച്ചു. തന്നെ തിരിച്ചറിയാത്തൊരു ഭാവം നയോമിയുടെ മുഖത്ത്. എൻ്റെ മോളെ, നിനക്കിതെന്ത് പറ്റി? എവിടെയായിരുന്നടാ നീ? ഞങ്ങൾ എന്തുമാത്രം വിഷമിച്ചു. കൃഷ്ണമ്മ അവളുടെ കവിൾത്തടം തലോടുകയും കൈപ്പത്തിയിലും കൈത്തണ്ടയിലും മുറുകെ പിടിക്കുകയും ശിരസിൽ തഴുകുകയും ചെയ്തുകൊണ്ട് പദം പറഞ്ഞു കരഞ്ഞു. നയോമി ഒരു വിചിത്ര ജീവിയെ കാണും പോലെ കൃഷ്ണമ്മയുടെ ജ്യേഷ്ഠകൾ നോക്കിക്കൊണ്ട് കിടന്നു. കൃഷ്ണമ്മ അവളുടെ ശിരസ് പിടിച്ചുയർത്താനും എഴുന്നേൽപ്പിക്കാനും ശ്രമിച്ചപ്പോൾ അവൾ പിടികൊടുക്കാതെ ഭിത്തിയരികിലേക്ക് നിരങ്ങി മാറിക്കിടന്നു. എന്നെ നിനക്ക് മനസ്സിലായില്ലേ മോളെ? ഇത് നിന്റെ മുത്തശ്ശിയാ കൃഷ്ണമ്മ. എൻ്റെ സ്വന്തം മോളുടെ മോളാ നീ. എന്താ മോളെ നീ ഇങ്ങനെ നോക്കുന്നേ? കൃഷ്ണമ്മയ്ക്ക് അവളുടെ പകപ്പും അന്യഭാവവും കണ്ട് വീണ്ടും കരച്ചിൽ വന്നു. തിരിഞ്ഞു മകനെ നോക്കി അവർ വിലപിച്ചു. മോനെ ഉദയ, നീ കണ്ടോടാ ഇത്? ഇവളെന്താ എന്നെ തിരിച്ചറിയാത്തെ? എന്ത് പറ്റി എൻ്റെ കുഞ്ഞിന്? മോനെ, നീ ഇവളോടൊന്ന് സംസാരിക്ക്. ഇങ്ങടുത്ത് വാടാ. ഉദയഭാനു ഡോക്ടറെ നോക്കി. അടുത്തേക്ക് ചെന്നോളാൻ ഡോക്ടർ കണ്ണുകൊണ്ട് അനുവാദം നൽകി. ഉദയഭാനു അടുത്തേക്ക് ചെന്നു. മോളെ നയോമി, ഇവിടെ നോക്ക്. ഇതാരെന്ന് നോക്കു മോളെ. നിന്റെ ഉദയനങ്ങളാ. നീ എന്തെങ്കിലും ഒന്ന് പറ മോളെ. നയോമി ഉദയഭാനുവിനെയും നോക്കി. പിന്നെ ഭിത്തിയുടെ നേർക്ക് ചെരിഞ്ഞു കിടന്ന് കൃഷ്ണമ്മ ആദ്യ പൂണ്ട് എഴുന്നേറ്റു. ഡോക്ടറെ, എന്താ എൻ്റെ കുട്ടി ഇങ്ങനെ? ആരെയും തിരിച്ചറിയുന്നില്ലല്ലോ. കൃഷ്ണമ്മ കരഞ്ഞുകൊണ്ട് ആവലാതിപ്പെട്ടു. ഡോക്ടർ മുഖം തിരിച്ച് CI സനൽകുമാറിനെ നോക്കി. സനൽകുമാർ കൃഷ്ണമ്മയോട് പറഞ്ഞു, നിങ്ങൾ പുറത്തേക്ക് പോയിക്കൊള്ളൂ. സാറേ, നിങ്ങളുടെ കുട്ടിയെ ആരും ഒന്നും ചെയ്യില്ല. പുറത്തിറങ്ങി നിന്നോളൂ. അവൾ ഞങ്ങളെ തിരിച്ചറിയുന്നില്ലല്ലോ സാറേ. നിങ്ങൾ തിരിച്ചറിഞ്ഞോ? CI ചോദിച്ചു. ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾ പിന്നെ തിരിച്ചറിയാണ്ടിരിക്കുമോ? അത് നയോമി തന്നെയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പാണല്ലോ? അതെ. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പറയണം. ഞങ്ങൾക്കൊരു സംശയവുമില്ല സാറേ. അവൾ ഞങ്ങളെയല്ലേ തിരിച്ചറിയാത്തത്? അവൾ തിരിച്ചറിയാത്തത് കുഴപ്പമില്ല. ഡോക്ടേഴ്സ് ഇക്കാര്യം നോക്കിക്കോളും. തൽക്കാലം നിങ്ങൾ പുറത്തിറങ്ങി നിൽക്കൂ. കൃഷ്ണമ്മ തല തിരിച്ച് നയോമിയുടെ നേർക്ക് ദീനഭാവത്തിൽ നോക്കി. ഉദയഭാനുവിനെയും കൂട്ടി അവർ ICUവിൽ നിന്നിറങ്ങി. ഇതെന്താ ഡോക്ടർ? CI ചോദിച്ചു. അടുത്ത ബന്ധുക്കളെ പോലും അവൾ തിരിച്ചറിയുന്നില്ലല്ലോ. അത് സാരമില്ല, ഇവിടെ സൈക്യാട്രിസ്റ്റ് ഉണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും കടുത്ത മാനസികാഘാതം കൊണ്ട് സുബുദ്ധി നഷ്ടപ്പെട്ടതാവാം. അതിന് ട്രീറ്റ്മെൻ്റ് ഉണ്ടല്ലോ, ഡോക്ടർ വിശദീകരിച്ചു. എക്സ്റ്റേണൽ ഇഞ്ചുറീസ് ഒന്നുമില്ലല്ലോ അല്ലേ ഡോക്ടർ? അങ്ങനെ പ്രത്യക്ഷത്തിൽ ഒന്നുമില്ല. പക്ഷെ ദേഹത്ത് അവിടെ വലിയ വടി കൊണ്ട് അടിയേറ്റ പോലുള്ള ചില ക്ഷതങ്ങളുണ്ട്. എന്നുവെച്ചാൽ ആരെങ്കിലും മർദ്ദിച്ചതാണോ? കമ്പി വടിയോ വലിയ ചൂരലോ അതുമല്ലെങ്കിൽ പൈപ്പ് കഷ്ണമോ എന്തെങ്കിലും ഉപയോഗിച്ച് അടിച്ചതാവാനേ സാധ്യതയുള്ളൂ. എക്സ്റേ ചെക്കപ്പ് നടത്തി നോക്കിയിട്ട് ഫ്രാക്ചർ ഒന്നും കാണാനില്ല.
സംസാരിക്കുന്നില്ലല്ലോ അവൾ. സ്വന്തം ആളുകളെ കണ്ടിട്ട് പോലും. എന്ത് ചെയ്യും? സംസാരിച്ചുകൊണ്ടിരുന്നവളല്ലേ. ഇപ്പോഴത്തെ ഈ വിഭ്രാന്തി വിട്ടുമാറുമ്പോൾ സംസാരിച്ചു തുടങ്ങിക്കോളും. അതേപ്പറ്റി വിഷമിക്കേണ്ട. ഡോക്ടറും CI സനൽകുമാറും ICUവിൽ നിന്ന് പുറത്തിറങ്ങി. കോറിഡോറിൽ SI രാജു ജോസഫും കൂടെ വന്ന പോലീസുകാരും കാത്തു നിൽപ്പുണ്ടായിരുന്നു. CI സനൽകുമാർ രാജു ജോസഫിനോട് നയോമിയുടെ അവസ്ഥയെപ്പറ്റി പറഞ്ഞു. ഞങ്ങൾ നയോമി ഒന്ന് കാണട്ടെ. എനിക്ക് ആ സ്ത്രീയെ മുൻ പരിചയമുണ്ട്, രാജു ജോസഫ് പറഞ്ഞു. അതിലൊന്നും കാര്യമില്ല. സ്വന്തം മുത്തശ്ശിയെ അമ്മാവനെയും തിരിച്ചറിഞ്ഞില്ല, ഡോക്ടർ പറഞ്ഞു. നയോമിയുടെ മദർ ഇൻ ലോയും ബ്രദർ ഇൻ ലോയും വന്നിട്ടുണ്ട്. അവരെ കൂടി ഒന്ന് കാണിക്കുന്നത് നല്ലതാ. എന്തെങ്കിലും മാറ്റമുണ്ടായെങ്കിലോ? ഡോക്ടർ അനുവാദം നൽകി. രാജു ജോസഫും സൗദാമിനി അമ്മയും ജഗജിത്തും കൂടി ICUവിൽ കയറി. ചെന്ന് സംസാരിക്ക്, രാജു ജോസഫ് സൗദാമിനി അമ്മയോട് പറഞ്ഞു. സൗദാമിനി അമ്മ കിടക്കക്കരികെ ചെന്ന് വിളിച്ചു. മോളെ നയോമി. ഭിത്തിക്ക് അഭിമുഖമായി പുറംതിരിഞ്ഞു കിടന്ന നയോമി തല തിരിച്ചു നോക്കി. സൗദാമിനി അമ്മയ്ക്ക് നടുക്കമുണ്ടായി. അണഞ്ഞ വിളക്കുപോലെ ഒരു മുഖം. നയോമി. സൗദാമിനിയമ്മ അവളുടെ തോളിൽ കൈത്തലം വെച്ചു. അവൾ സൗദാമിനിയമ്മയെ നോക്കി. മെറ്റേ കൈ മെല്ലെ കൊണ്ടുവന്ന് സൗദാമിനിയമ്മയുടെ കൈത്തലം എടുത്തു മാറ്റി. അതിനുശേഷം ചുമരിന് നേർക്ക് തിരിഞ്ഞു കിടന്നു. SI രാജു ജോസഫ് സൗദാമിനിയമ്മയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. ശബ്ദം താഴ്ത്തി ചോദിച്ചു. നയോമി നിങ്ങളെയും തിരിച്ചറിഞ്ഞില്ലല്ലോ? അവൾ തന്നെയല്ലേ? സംശയമൊന്നുമില്ലല്ലോ? ഇല്ല, പക്ഷേ അവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ബുദ്ധിയും ബോധവും ഒക്കെ നഷ്ടപ്പെട്ട പോലെ. അതെല്ലാം ഡോക്ടർമാർ നോക്കിക്കോളും. നമ്മുടെ ജോലി ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാ. അത് കഴിഞ്ഞു. ഇവൾക്ക് എന്താ പറ്റിയതെന്ന് ഒരറിവും ഇതുവരെ കിട്ടിയില്ലല്ലോ സാറേ. സൗദാമിനിയമ്മ വേവലാതിയോടെ രാജു ജോസഫിനെ നോക്കി. അതിന് ഇവൾ വാ തുറന്ന് വല്ലതും പറഞ്ഞിട്ട് വേണ്ടേ? സൗദാമിനിയമ്മ വീണ്ടും നയോമിയുടെ നേർക്ക് നോട്ടം തിരിച്ചു. നയോമി ഭിത്തിയിൽ കൈനഖം കൊണ്ട് എന്തൊക്കെയോ കൂറി വരയ്ക്കുന്നു. ചുറ്റും എന്ത് നടക്കുന്നു എന്നത് അവൾ അറിയുന്നുമില്ല, ചിന്തിക്കുന്നുമില്ല. അടുത്ത ഭാഗം നാളെ.